അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മളിലേക്ക് വന്നിട്ടുണ്ടോയെന്ന് സ്വയം ചിന്തിക്കണം. ഉറക്കം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരു മുസ്ലിം ഉറങ്ങുന്നതിന് മുമ്പ് ചില നല്ല ശീലങ്ങൾ പാലിക്കാനും ചില കാര്യങ്ങൾ ഒഴിവാക്കാനും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ നമ്മെ. അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. നിസ്കാരം മനഃപൂർവ്വം ഒഴിവാക്കി ഉറങ്ങരുത്. 2, ആരോടെങ്കിലും പകയും വൈരാഗ്യവും മനസ്സിൽ വെച്ച് ഉറങ്ങരുത്. 3, അള്ളാഹുവിനെ മറന്ന് ഉറങ്ങരുത്. ദിക്ർ, ദുആ എന്നിവ ചൊല്ലുന്നത് നല്ലതാണ്. 4, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് മാപ്പ് ചോദിക്കാതെ ഉറങ്ങരുത്. കഴിയുമെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീർക്കുക. 5, ഹറാമായ കാര്യങ്ങളിൽ സമയം ചെലവഴിച്ച് ഉറങ്ങരുത്. നമ്മൾ ഉറങ്ങണത് നേരത്തെ ഉറങ്ങുക. നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ എത്ര മണിക്കാണ് എണീക്കണത്, എത്ര മണിക്കാണ് കിടക്കലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ 6-മതായിട്ട് നമ്മൾ പറയണത് അശുദ്ധാവസ്ഥയിൽ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. വുളൂ എടുത്ത് ഉറങ്ങുന്നതാണ് സുന്നത്ത്. 7, അമിതമായി വൈകി ഉറങ്ങുന്നത് ആരോഗ്യത്തെയും ഫജ്ർ നിസ്കാരത്തെയും ബാധിക്കുമെങ്കിൽ അത് ഒഴിവാക്കുക. അതായത് നമ്മൾ സുബഹ് നിസ്കാരം നമ്മൾക്ക് ഒഴിവാകും. കാരണം നമ്മൾ വൈകി ഉറങ്ങിയാൽ സുബഹ് നിസ്കാരം ഒഴിവാകുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ ഉറങ്ങി പഠിക്കുക. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. നമ്മളെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും നല്ലത് അതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് അള്ളാഹുവിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി ഉറങ്ങരുത്. 9-മതായിട്ട് പറയുന്നത് മോശം വാക്കുകളോ വഴക്കോ പറഞ്ഞ് ദിവസം അവസാനിപ്പിക്കരുത്. നമ്മളിപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ നമ്മളടുത്തുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് നമുക്ക് ഒരു പറയണത് നമുക്കും പറ്റില്ല, നമ്മൾ പറയണത് തോൽക്കും പറ്റില്ല. അപ്പോൾ അവിടെ ഒരു ഭയങ്കര എന്താ പറയുക, ഒരു കലഹം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മോശം വാക്കുകളോ വഴക്കൊന്നും പറഞ്ഞ് ആ ദിവസം അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. 10, സൂറത്ത് ഇഖ്ലാസ്, ഫലക്ക്, സൂറത്ത് നാസ്, ആയത്ത് കുർസി എന്നിവയൊക്കെ ഓതാതെ ഉറങ്ങരുത് എന്ന് പറയുന്നതിന് പകരം ഇവ ഓതുന്നത് സ്വഹീഹ് ഹദീസുകളിൽ വന്ന സുന്നത്താണ് എന്ന് പറയുന്നതാണ് കൂടുതൽ കൃത്യം. അതായത് അത് ഓതിയ ഹദീസുകളിലും മുത്തുനബിയൊക്കെ പഠിപ്പിച്ചു തന്നതാണ് അത് ഓതണം എന്നുള്ളത്. അപ്പോൾ നമ്മൾ 10 കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 10 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി രാത്രി കിടക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട 20 കാര്യങ്ങളാണ് പറയുന്നത്. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, വിശദീകരിക്കണില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവനൊന്ന് അങ്ങനെ അങ്ങനെ പറഞ്ഞു പോകുക കേട്ടോ. അപ്പോൾ 1, 5 നേരം നിസ്കാരങ്ങൾ മനഃപൂർവ്വം ഉപേക്ഷിച്ച് ഉറങ്ങരുത്. 2, അള്ളാഹുവിനെ ഓർക്കാതെ ദിക്ർ അതൊന്നും ചൊല്ലാതെ ഉറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. 3, ആയത്ത് കുർസി ഓതുക. 4, സൂറത്ത് ഇഖ്ലാസ്, ഫലക്ക്, സൂറത്ത് നാസ് 3 പ്രാവശ്യം ഓതുക. 5, ഉറങ്ങുന്നതിന് മുമ്പ് ദുആ ചെയ്യുക. 6, കഴിയുമെങ്കിൽ വുളൂ എടുത്തുറങ്ങുക, സുന്നത്താണ് കേട്ടോ. 7, ആരോടെങ്കിലും പകയും വിദ്വേഷമൊക്കെ വെച്ച് ഉറങ്ങാതിരിക്കുക. 8, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കാൻ ശ്രമിക്കുക. 9, കള്ളം പറഞ്ഞ് ദിവസം അവസാനിപ്പിക്കരുത്. 10, ഹറാമായ കാര്യങ്ങളിൽ മുഴുകി ഉറങ്ങരുത്. 11, ഗീബത്ത് പരദൂഷണം ചെയ്തുറങ്ങരുത്. 12, അശ്ലീല ഉള്ളടക്കങ്ങൾ കണ്ടുകൊണ്ട് ഉറങ്ങരുത്. 13, അമിത കോപത്തിൽ ഉറങ്ങരുത്. 14, ഫജ്ർ നഷ്ടമാവുന്ന രീതിയിൽ അനാവശ്യമായി വളരെ വൈകി ഉറങ്ങരുത്. 15, അള്ളാഹുവിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി ഉറങ്ങരുത്. 16, ഹൃദയത്തിൽ അസൂയയും അഹങ്കാരവും വെച്ചുറങ്ങരുത്. 17, കിടക്കയിൽ പോകുന്നതിന് മുമ്പ് സ്വന്തം പ്രവർത്തികളെ ആത്മപരിശോധന നടത്തുക. 18, അത് ഏറ്റവും നല്ലതാട്ടോ. 17-മത്തെ ഞാൻ ഈ പറഞ്ഞത്. 18, അള്ളാഹുവിനോട് തൗബ ചെയ്ത് പാപമോചനം തേടുക, അതും വളരെ എഫക്റ്റീവാണ്. 19, നാളെയെല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് തവക്കുൽ ചെയ്തുറങ്ങുക. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. 20, വലതുവശം ചെരിഞ്ഞ് ഉറങ്ങുന്നത് സുന്നത്താണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ ആയത്ത് കുർസി 3,
കുൽഹുവല്ലാഹ് കുൽ എന്നുള്ള സൂറത്തുകൾ വുളു എടുത്ത് ഉറങ്ങൽ, വലതുവശം ചെരിഞ്ഞ് ഉറങ്ങൽ സ്വഹീഹ് ഹദീസുകളിൽ വന്ന സുന്നത്തുകളാണ് കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കിയുള്ളവയൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ്, നല്ല ശീലങ്ങളാണ്. അപ്പോൾ അതും നമ്മളെ ശീലം നമ്മളെ ഓരോ നന്മകളും ഇപ്പം നമ്മൾ എന്തൊക്കെ സംഭവങ്ങൾ വേണ്ടാത്ത ചെയ്യുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മൾ സ്വയം വിലയിരുത്തിക്കാണ് ഞാൻ എന്തൊക്കെ ചെയ്തെന്ന്, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ നടത്തി, നല്ലതാണോ അതോ ഞാൻ അത് ചീത്തയാണോ, അങ്ങനെയൊക്കെ കരുതി സ്വയം വിലയിരുത്തിയിട്ട് അതിന് ഒരു പരിഹാരമാർഗം കണ്ടെത്തണം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയണത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് ഉറങ്ങുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.